ഹായ് ഫ്രണ്ട്സ്, ഷാസവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്നിതാ കുറച്ച് കൂടുതലായിട്ട് ഫ്ലവറിങ് പ്ലാന്റുകളാട്ടോ സെയിലിന് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ പ്ലാന്റുകളാണെന്നും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏത് പ്ലാന്റാണെന്നറിയോ സെയിലിന് റെഡി ആയിട്ടുള്ളത്? പിന്നെ ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല വലിയ ചെടിയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? ഇത് കണ്ടോ, നല്ല തണ്ട് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബുഷിയായ ചെമ്പരത്തിയാണ്. ഇതിനകത്ത് 3, 4, 5 തൈകൾ, 5 കൊമ്പുകൾ വരെയുള്ള ബുഷിയായതാണ്. ഇത് വലിയ ഫ്ലവറാകുന്ന ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഏകദേശം ഇത്ര, നമ്മുടെ 2 കൈ വെച്ച് എത്ര ഉണ്ടാവും അത്രയും വലിയ ഫ്ലവറാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നപ്പോഴത്തേക്കും ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയിട്ടോ, വെള്ളം ഒഴിച്ചപ്പോൾ പൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് ഞാനിതാ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കളേഴ്സാണ്. 12 കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ചില പ്ലാന്റിനകത്ത് ഇതളുകൾ കൂടുതലുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ആദ്യത്തെ എമ്മനല്ല, അത് ഒരു വൈറ്റ് ആണ് കേട്ടോ. വൈറ്റിൽ സെൻറ്ററിൽ നല്ല റെഡ് കളറും ഉണ്ട്. ഇത് യെല്ലോ ആണ്. ഇത് കണ്ടില്ലേ, ചെറിയ ഒരു കൊമ്പുള്ള ചെടിയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. നല്ല ബുഷിയായതാണ്. 4, 5 കൊമ്പുകൾ വരെ ഉണ്ട്. പിന്നെ ഈ ചെമ്പരത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ചില ആളുകളൊക്കെ പറയാറുണ്ട് ചെമ്പരത്തി വീട്ടിൽ വെച്ചിട്ട് ഫ്ലവർ വരുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. നല്ല വെയിലുള്ള ഏരിയയിൽ വേണം നമ്മൾ ചെമ്പരത്തിനെ വെക്കാൻ. പിന്നെ അതുപോലെ തന്നെ മേൽഭാഗം പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 3-4 മാസത്തിലൊരിക്കലും നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് പ്രൂൺ തന്നെ ചെയ്യണം. അപ്പോഴാണ് ഇങ്ങനെ കൊമ്പുകൾ ബുഷ് വന്നിട്ട് അതിൽ നിറയെ ഫ്ലവേഴ്സ് വരികയുള്ളൂ. പിന്നെ ഈ ചെമ്പരത്തിയുടെ പ്രത്യേകത അതുപോലെ തന്നെ പിന്നെ ഈ റോസ് ഫ്ലവർ ഉണ്ടല്ലോ, റോസ് ഫ്ലവർ കെയർ ചെയ്യുന്നതിനേക്കാളും സൂപ്പറാണ്. ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ തന്നെ ഈ ചെമ്പരത്തി വളർന്ന് കിട്ടാറുണ്ട്. അങ്ങനെ ഒരു കേടുകളൊന്നും ഇതിന് സംഭവിക്കാറില്ല. നിറയെ ബുഷായിട്ട് ഫ്ലവർ വിരിയും ചെയ്യും. വലിയ വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? ഇതിൻ്റെ ഈ പോട്ടിൽ വിട്ട് ഇതിൻ്റെ സ്റ്റെമ്പിൻ്റെ അടുത്തിടരുത്. കുറച്ച് 1 സെൻറ്റിമീറ്ററൊക്കെ വിട്ടിട്ട് വേണം. DAP ഉണ്ടല്ലോ, ഡാപ്പ്, അത് കുറച്ച് ഒരു കാൽ അല്ലെങ്കിൽ 1/2 സ്പൂണ് പോട്ടിന് ചുറ്റും നമ്മൾ ഡാപ്പ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വലിയ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിറയെ ബുഷിയായിട്ട് നിറയെ ഫ്ലവേഴ്സ് വരും കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ 12ഓളം കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഡബിൾ ലെയറുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലാന്റേ ഉള്ളൂ. ആദ്യം ഓർഡർ തരുന്നവർക്കായിരിക്കും കേട്ടോ നമ്മൾ ആദ്യം പ്ലാന്റുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പ്ലാന്റ് മാൻഡിവില്ലയാണ് കേട്ടോ. മാൻഡിവില്ലയുടെ സൂപ്പർ പ്ലാന്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. 3 കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, സൂപ്പർ റെഡാണ് കേട്ടോ. ഒരു മെറൂണിഷ് കളറിന് റെഡാണ്. പിന്നെ അതുമല്ല, ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയ ചെടിയാണ്. കണ്ടില്ലേ, മാണ്ടിവില്ലയുടെ ഇത്രയും സ്റ്റെമ്പ് കട്ടിയായിട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടാറില്ല. പിന്നെ സാധാരണ മാണ്ടിവില്ലയുടെ പോലെയല്ല, ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഇതിൻ്റെ ലീഫുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ മാണ്ടിവില്ലയുടെ ലീഫുകൾ കുറച്ചിങ്ങനെ നീളമായിരിക്കും, നീളത്തിൽ കുറച്ച് വലുതായിരിക്കും. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ചെറിയ ചെറിയ ലീഫാണ്. അതുപോലെ തന്നെ ചെറിയ ഫ്ലവേഴ്സും ആണ് കേട്ടോ. അപ്പോൾ ഈ മിനിയേച്ചർ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണോ? നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകും കേട്ടോ, നിറയെ. അപ്പോൾ ഇത് ഹാങ്ങിങ് പോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹാങ്ങിങ് പോട്ടിൽ വെച്ച് സൂപ്പറായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ക്രീപ്പറായിട്ടും ഇത് നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ പോട്ടിൽ വെച്ചിട്ട് സ്റ്റെമ്പ് കുത്തി വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഹാങ്ങിങ് പോട്ടിൽ വളർത്തുമ്പോഴാണ് ഇങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് വളരുന്നത് തോന്നുന്നു. സൂപ്പർ പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, മാണ്ടിവില്ലയുടെ റെഡാണിത്. നല്ല ബ്ലാക്ക് കളറിന് റെഡാണ് കേട്ടോ. പിന്നെ മാണ്ടിവില്ലയുടെ രണ്ടാമത്തെ കളർ ഇതാട്ടോ, ഡാർക്ക് റോസാണ്. ഡാർക്ക് റോസും സെൻറ്ററിൽ യെല്ലോഷ് കളറും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റാണ് കേട്ടോ. കണ്ടോ, നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. നമുക്കിങ്ങനെ മാണ്ടിവില്ല ഇത്ര ഹെൽത്തി ആയ പ്ലാന്റ് കിട്ടാറില്ല. ഇത് കണ്ടോ, ഇത് റോസാണ് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടില്ലേ? അല്ലതാണ് രണ്ടാമത്തെ കളർ, സൂപ്പർ കളറാണ്. ഇതാട്ടോ നമ്മുടെ മൂന്നാമത്തെ കളർ, ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ. ഇതും നല്ല ഹെൽത്തി ആയ സൂപ്പർ പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീപ്പറായിട്ട് അങ്ങനെ വളർത്താം, അങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ വളർത്താൻ പറ്റും കേട്ടോ. അടുത്ത് നമുക്ക് വരുന്നത് ജെറബറ പ്ലാന്റുകളാട്ടോ. ജെറബറയുടെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ഥിരമായിട്ട് എനിക്ക് എൻക്വയറി വരുന്നൊരു പ്ലാന്റാണ് ജെറബറ പ്ലാന്റുകൾ. വരുമ്പോൾ ഒക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ തീരാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കളർ ഇതാട്ടോ, നല്ല റെഡാണ്. എല്ലാത്തിലും ഈ 2 തൈകൾ വീതമുണ്ട് കേട്ടോ. കുറച്ച് നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. രണ്ടാമത്തെ ഇതാണ്, വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ്. മൂന്നാമത്തേത് നമുക്ക് വരുന്ന കളർ ഓറഞ്ചാണ്, ഓറഞ്ച്. നാലാമത്തെ കളർ വരുന്നത് നമുക്കൊരു ഓറഞ്ചും യെല്ലോഷും 2 കളർ കൂടെ മിക്സായിട്ട് വരുന്നതാണിത്. പിന്നെ അടുത്ത് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് കളർ പോലെ ഒരു മജന്തയും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്നതാണ്. പിന്നെ അടുത്തത് ബേബി പിങ്ക്. കണ്ടോ, എല്ലാത്തിലും ഈ 2 തൈകളുണ്ട്. ഹെൽത്തി ആയ ചെടിയാണ്. പിന്നെ അടുത്തത്
വെറും യെല്ലോ ആണ് കേട്ടോ. ഇത്രയും കളേഴ്സാണ് നമുക്കിപ്പോൾ. കുറച്ച് കളറും കൂടെ ഉണ്ട്, കുറച്ച് ഫ്ലവർ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കളർ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് ജെറേനിയം പ്ലാന്റുകളാണ് കേട്ടോ. ഇതിങ്ങനെ ഹൈറ്റ് വെക്കാത്ത ബുഷിയ വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് നല്ല റെഡാണ്. ഇതിൻ്റെ ലീഫിൽ ഡിഫറെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് വരുന്നത്. പിന്നെ അടുത്തത് നമുക്കിതാ വൈറ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ഹെൽത്തി ആയ പ്ലാന്റാണിത്. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് നല്ല മജന്തയാണ്, നല്ല സൂപ്പർ കളറാണ് കേട്ടോ അത്. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ഒരു ക്രീം കളറ്, ഒരു ക്രീമും റെഡും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. പിന്നെ അടുത്ത കളർ വരുന്നത് നമുക്ക് റെഡും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നതാണ്. ഒരു 3 കളറും കൂടെ വേറെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് റിപ്സാലിപ്സ് എന്ന് പറയുന്ന പ്ലാന്റാണ് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിനെ പറ്റി അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഇത് നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ ഈ പ്ലാന്റിനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഒരു ഗ്രേപ്സിൻ്റെ നല്ല ഡാർക്ക് കളർ വരും. എന്നിട്ട് ഇതിൻ്റെ അറ്റഭാഗത്ത് ഇങ്ങനെ പേളുകൾ ഫോം ചെയ്യും കേട്ടോ. വൈറ്റ് കളർ പേളായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെയിലില്ലാത്ത ഏരിയയിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു സെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് കളർ വരാത്തത് കേട്ടോ. ഇതിൻ്റെ നല്ല കളറായ പ്ലാന്റിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അടുത്തിൽ നല്ല സൂപ്പർ പ്ലാന്റാണ്. പക്ഷേ ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് റിപ്സാലിപ്സ്. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാട്ടോ, നല്ല ആസ്ട്രാണ്. സൂപ്പർ അടിപൊളി പ്ലാന്റാണ് കേട്ടോ ആസ്റ്റർ. ഇത് നിറയെ കൊമ്പുകളുണ്ടാവും, എന്നിട്ട് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ നല്ല സൂപ്പർ അടിപൊളി കളേഴ്സാണ്. 8 കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ അടുത്ത പ്ലാന്റ് ഇതാട്ടോ അസേലിയാണ്. അസേലിയുടെ ഹെൽത്തി ആയ വലിയ പ്ലാന്റ് തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സ് ഒന്നുമില്ല കേട്ടോ, ചിലതിലൊക്കെ മുട്ടുകളുണ്ട്. അപ്പോൾ കുറേയൊക്കെ ലീഫുകൾ നോക്കി നമുക്ക് ഡിഫറെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. നല്ല സൂപ്പർ ഡാർക്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റുകളാട്ടോ നമുക്ക് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം. നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാനിത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ദെൻ ബൈ ബൈ.